എസ്പെഷ്യൽ ബോണ്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. അതിനു മുൻപ് എന്താണ് ഒരു കെമിക്കൽ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കണം. എ കെമിക്കൽ ഫോർമുല ഗിവ്സ് ദ റെപ്രസെന്റേഷൻ ഓഫ് എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് സിംബൽസ് ഓഫ് ദി വേരിയസ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ഇറ്റ്. കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലെ തന്മാത്രയുടെ മോളിക്യൂളിന്റെ റെപ്രസെന്റേഷനാണ്. എന്തൊക്കെ ഉപയോഗിച്ച്? സിംബലുകൾ, പ്രതീകങ്ങളും മറ്റ് മൂലകങ്ങളുടെ എണ്ണവും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ റെപ്രസെൻറ്റേഷനാണ് എന്ത്? ഒരു കെമിക്കൽ ഫോർമുല. ഒന്നുകൂടി പറയാം. എ കെമിക്കൽ ഫോർമുല ഗിവ്സ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് സിംബൽസ് ഓഫ് ദി വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഉദാഹരണത്തിന് ഓക്സിജൻ മോളിക്യൂളിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? O2. ഹൈഡ്രജൻ മോളിക്യൂളിനെയോ H2. നൈട്രജൻ മോളിക്യൂൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ N2. ഇതുപോലെ വാട്ടർ H2O, അമോണിയ NH3, കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഇതൊക്കെ അറിയാം. ശരി, നമുക്ക് എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. നമുക്ക് +1 കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ അതിൽ എന്താണ് എംപിരിക്കൽ ഫോർമുല നോക്കാം. നമുക്കറിയാം, നമ്മൾ ഒരു മല കയറി പോവുകയാണെങ്കിൽ ആ മല കയറി നമ്മൾ മേലെ എത്തുന്നതിന് തൊട്ട് മുൻപ് ചിലപ്പോൾ ഒരു നിരന്ന പ്രദേശത്തോ നിരന്ന സ്ഥലത്തോ നമ്മൾ വിശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഉയർന്ന ഒരു സ്ഥലത്തെത്തുന്നതിന് മുൻപ് നാം എത്തിച്ചേരുന്ന ഒരു ഇടത്താവളം പോലെയുള്ള ഒരു കൺസെപ്റ്റാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോർമുലയിൽ എത്തിച്ചേരുന്നതിന് മുൻപ് നാം എത്തിച്ചേരുന്ന ഒരു നമ്മെ നയിക്കാൻ പര്യാപ്തമായ ഒരു കൺസെപ്റ്റാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എംപിരിക്കൽ ഫോർമുലയുടെ ഡെഫിനിഷൻ? ഇംഗ്ലീഷിൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The simplest formula of the compounds which gives us the simple whole number ratio of various elements present in one molecule of each. That is empirical formula. ഒന്നുകൂടി, the simplest formula of a compound which gives us the simple whole number ratio of the various elements present in one molecule of it. ഒരു സംയുക്തത്തിൻ്റെ ഏറ്റവും ലഘുവായ സിമ്പിളായ ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. ഇതെന്താണ് നമുക്ക് തരുന്നത്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ തരുന്നു. എന്തിൻ്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ? വ്യത്യസ്തമായ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ ആ മോളിക്യൂളിൽ. ആ കോമ്പൗണ്ടിൻ്റെ, ആ സംയുക്തത്തിൻ്റെ ഒരു മോളിക്യൂളിൽ വ്യത്യസ്തമായ വിവിധങ്ങളായ എലമെൻറ്റ്സ് ഉണ്ടാവും, മൂലകങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള മൂലകങ്ങളുടെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ മാത്രം തരുന്ന ഒരു ഫോർമുലയാണ് എന്ത്? എംപിരിക്കൽ ഫോർമുല. ഒരു ഉദാഹരണം പറഞ്ഞാൽ HO എന്ന് കണ്ടാൽ നമുക്ക് എന്താ മനസ്സിലാക്കുക? HO എന്ന് പറഞ്ഞാൽ 1:1 റേഷ്യോയിലാണ്. അത് ഏതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിരിക്കാം? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിരിക്കാം. അതുപോലെ CH2O, ഇത് ഏതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിരിക്കാം? അത് വലിയൊരു മോളിക്യൂളാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആണെങ്കിലോ C6H12O6. ഇവിടെ C6H12O6, അതായത് 6:12:6, 1:2:1 എന്ന ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് വരുമ്പോൾ അത് C1H2O1, അതായത് CH2O എന്നായി മാറി. ഇപ്രകാരം ഒരു കോമ്പൗണ്ടിൻ്റെ, ഒരു മോളിക്യൂളിലെ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ മാത്രം തരുന്ന ഒരു ഫോർമുലയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുക. പക്ഷേ ഇത് മോളിക്കുലർ ഫോർമുലയാണോ? അല്ല. അപ്പോൾ മോളിക്കുലർ ഫോർമുലയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസം നോക്കാം. എന്താണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കാം. അതിനു മുമ്പ് മോളിക്കുലർ ഫോർമുലയുടെ ഡെഫിനിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. The formula which gives us the exact number of atoms of various elements present in one molecule of the compound. That is called molecular formula. അപ്പോൾ എന്താണ് molecular formula? Molecular formula gives the exact number of atoms of various elements present in one molecule of the compound. ഒരു സംയുക്തത്തിൻ്റെ, ഒരു തന്മാത്രയിൽ, ഒരു മോളിക്യൂളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ കൃത്യമായ എണ്ണം തരുന്ന ഒരു ഫോർമുലയാണ് എന്ത്? മോളിക്കുലർ ഫോർമുല. കൃത്യമായ എണ്ണം തരുന്നത്. എംപിരിക്കൽ ഫോർമുല നമുക്ക് എന്താ തന്നിരുന്നത്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയാണ്. പക്ഷേ മോളിക്കുലർ ഫോർമുലയിൽ നമുക്ക് എന്ത് തരുന്നുണ്ട്? കൃത്യമായ എണ്ണം, എലമെൻസിൻ്റെ കൃത്യമായ എണ്ണമാണ് നമുക്ക് തരുന്നത്. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ H2O2 എന്താണത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുലയാണോ മോളിക്കുലർ ഫോർമുലയാണോ?
മോളിക്കുലർ ഫോർമുലയാണ്. കാരണം എന്താണ്, അതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് എണ്ണം തരുന്നുണ്ട്. അതുപോലെ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? C6H12O6. എന്താ കാരണം, അതിൽ കൃത്യമായിട്ട് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് കൃത്യമായ എണ്ണം നമുക്ക് തരുന്നുണ്ട്. ഇനി എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. എംപിരിക്കൽ ഫോർമുല തന്നിരുന്നാൽ മോളിക്കുലർ ഫോർമുല കാണുന്നത് എങ്ങനെയാണ്? എങ്ങനെ കാണുക? എംപിരിക്കൽ ഫോർമുലയെ n എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട്, ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. സോ മോളിക്കുലർ ഫോർമുല ഈക്വൽസ് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n. അപ്പോൾ n എന്താണെന്ന് അറിയണ്ടേ? n ഒരു നമ്പറാണ്. 1 2 3 4 എക്സെട്ര, അത് നമ്പറാണ്. പക്ഷേ n എങ്ങനെ കണ്ടുപിടിക്കും? n കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത്. n ഈസ് ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല. എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ ഫോർമുല ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുലയെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല അറിയോ? ഇല്ല. പക്ഷേ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടുന്നതിന് മുൻപാണ് നമുക്ക് എന്ത് വേണ്ടത്? എന്നിൻ്റെ വാല്യൂ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഡെഫിനേഷനെ മാറ്റി, ഈ റെപ്രസെൻറ്റേഷനെ ഒന്ന് മാറ്റുകയാണ്. n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയ്റ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. മോളിക്കുലർ ഫോർമുല അറിയില്ലെങ്കിലും എന്തറിഞ്ഞാൽ മതി? മോളിക്കുലാർ മാസ് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മോളിക്കുലാർ വെയ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് അറിയുന്നത് കൊണ്ട് കൃത്യമായിട്ട് എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടിയാൽ, അഥവാ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ് കിട്ടിയാൽ, മോളിക്കുലാർ വെയ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n കണ്ടുപിടിക്കാം. അപ്പോൾ n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയ്റ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. ഇനിയോ, empirical formula weight is equal to the sum of atomic weight of various atoms representing the empirical formula. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എംപിരിക്കൽ ഫോർമുലയിലെ ഏതൊക്കെ ആറ്റങ്ങളുണ്ടോ ആ ആറ്റങ്ങളുടെ ഓരോന്നിൻ്റെയും അറ്റോമിക് വെയ്റ്റുകളുടെ ടോട്ടൽ സം ആയിരിക്കും എന്ത്? എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. അത് നമുക്കറിയുന്നതാണ്. സാധാരണ മോളിക്കുലാർ വെയ്റ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മോളിക്കുലാർ വെയ്റ്റ് കാണണമെങ്കിൽ ആ മോളിക്യൂളിലെ ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസുകൾ നമ്മൾ കൂട്ടിയെടുക്കും, ആഡ് ചെയ്തെടുക്കും, സം ചെയ്തെടുക്കും. അതേപോലെ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ് എങ്ങനെയാണ് കാണുക? എംപിരിക്കൽ ഫോർമുലയിലെ എലമെൻസിൻ്റെ ഓരോ ആറ്റത്തിൻ്റെയും എലമെൻസിൻ്റെ ആറ്റോമിക് വെയ്റ്റുകളുടെ അഡീഷനാണ്, അല്ലെ സം ആയിരിക്കും എന്ത്? എംപിരിക്കൽ ഫോർമുല വെയ്റ്റ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല ഏതാണ്? HO ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയ്റ്റ് 1 ആണ്, ഓക്സിജൻ്റെ അറ്റോമിക് വെയ്റ്റോ 16 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? 1 + 16 = 17. സോ എംപിരിക്കൽ ഫോർമുല വെയ്റ്റ് എത്രയാണ് ഇവിടെ വരിക? 17 വരും. പിന്നെ മോളിക്കുലാർ വെയ്റ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ച് കിട്ടിയ വാല്യൂ ആണെന്ത്? 34. 34 എന്ന മോളിക്കുലാർ വെയ്റ്റിനെ 17 എന്ന എംപിരിക്കൽ ഫോർമുല വെയ്റ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34/17 = 2 എന്ന് കിട്ടും, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല നമുക്കറിയാം, ഏതാണത്? HO. HOനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H2O2 എന്ന് കിട്ടും. ഇപ്രകാരമാണ് എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നത്? മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ഇനി എംപിരിക്കൽ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും SPCL ബോണ്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.